വെൽക്കം ഗൈസ്, എല്ലാവർക്കും ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ലാപ്ടോപ്പിൻ്റെ അൺബോക്സിംഗ് ആണ്. നിങ്ങൾ പേരിൽ വായിച്ച് കാണും, എനിക്ക് ടൈറ്റിൽ കണ്ട് കാണും എന്താ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു MSIയുടെ ഒരു ഗെയിമിംഗ് ലാപ്പാണ്. MSI Leopard GL65 എന്ന് പറഞ്ഞൊരു മോഡലാണ്. അപ്പോൾ ലിപ്പേർഡ് അല്ലെങ്കിൽ ലിയോപാഡ് എങ്ങനെ വേണമെങ്കിലും പറയാം. ഇത് അത്യാവശ്യം ഒരു മിഡ് റേഞ്ച് ലെവലിലെ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ് GL65 എന്ന് പറഞ്ഞ മോഡൽ. അപ്പോൾ ഇത് വരുന്നത് i7 10th ജെന്നിലാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു നല്ലൊരു പാക്കേജിലാണ് ഇതെനിക്ക് വന്നത്. പിന്നെ ഇതിൻ്റെ ബില്ലെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ബില്ലിൽ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ മോഡൽ നമ്പർ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ MSI GL65 കോർ i7 10th ജെൻ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ റേറ്റും കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതെനിക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു നല്ലൊരു ബോക്സിലാണ് വന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇത് ഓർഡർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു പാക്കേജിങ് തന്നെയാണ്. ഒരു കീറി പറഞ്ഞ പാക്കേജിങ് ക്വാളിറ്റി ഒന്നും കുറഞ്ഞിട്ടില്ല. പിന്നെ ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് 1.5 1,53,000 ആ റേഞ്ചിലാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ അതിൽ ഫ്ലിപ്കാർട്ടിൻ്റെ മെയിൻ പാക്കേജിങ് കഴിയുമ്പോഴത്തേക്കിന് ഇതേപോലത്തെ ഒരു പാക്കേജിങ് നമുക്ക് കിട്ടും, MSIയുടെ ബ്രാൻഡഡ് ആയിട്ടുള്ളത്. അപ്പം അത് നല്ല ക്വാളിറ്റിയിലാണ് അവർ പാക്കറ്റ് എല്ലാം കൊടുത്തേക്കുന്നത്. നല്ല ഒരു വെൽ കണ്ടീഷനിലാണ് പാക്കറ്റ് എനിക്ക് ഇവിടെ എത്തിയത്. അപ്പോൾ നമ്മൾ ഈ പാക്കറ്റ് ഇങ്ങനെ തുറന്നു കഴിയുമ്പോഴത്തേക്കിന് അതിൻ്റെ അകത്ത് MSIയുടെ ഒറിജിനൽ നമ്മുടെ ഗെയിമിംഗ് ലാപ്ടോപ്പ് വന്ന പാക്കേജിങ് കാണാൻ പറ്റും. ഒരു ബ്ലാക്ക് കളർ ബോക്സ് ഈ ബോക്സ് കാർഡ്ബോർഡ് ബോക്സിൻ്റെ അകത്തുണ്ട്. അതിലവിടെ നമ്മൾ തുടക്കത്തിൽ ട്രൂ ഗെയിമിംഗ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അവരുടെ MSIയുടെ ഒരു ടൈറ്റിൽ വെച്ച് ഒരു മോട്ടീവ് പോലത്തെ ഒരു ഡയലോഗാണ് ട്രൂ ഗെയിമിംഗ് MSIയുടെ സാധനം. നമ്മുടെ MSIയുടെ ലോഗോ ഇവിടെ കാണാൻ പറ്റും, നമ്മുടെ ഡ്രാഗൻ്റെ ചിഹ്നമൊക്കെ ആയിട്ട് ഫ്രണ്ടിൽ. പിന്നെ നമ്മുടെ ഈ പെട്ടിയുടെ സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് നമ്മൾ നേരത്തെ മെയിൻ ബോക്സിൽ കണ്ട പോലെ തന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ മെയിൻ സ്പെക്കും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലോട്ടൊന്നും ഡയറക്റ്റ് കിടക്കുന്നില്ല. അപ്പോൾ നമുക്ക് പെട്ടി അങ്ങോട്ട് തുറന്ന് നോക്കാം. ഇപ്പോൾ പെട്ടി നല്ല പ്രീമിയം ഫിനിഷിലാണ് വന്നേക്കുന്നത്. മാറ്റ് ഫിനിഷ്, ഒരു പ്രീമിയം ലുക്കിലാണ് പെട്ടി തന്നെ വന്നേക്കുന്നത്. എന്തായാലും നമ്മൾ ഇത്ര രൂപ കൊടുത്ത് മേടിക്കണമല്ലോ, അപ്പോൾ ഇങ്ങനെയെങ്കിലും വരണ്ടേ സാധനം, അല്ലെങ്കിൽ നമുക്ക് ഒരു അത് വരത്തില്ലല്ലോ. ഇപ്പോൾ നമ്മൾ പെട്ടി തുറന്നു കഴിയുമ്പോഴത്തേക്കിന് ഇങ്ങനെ ഒരു ഫീലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു കാർഡ്ബോർഡ് ഒരു തെർമോക്കോൾ പീസ് വെച്ച് മുകൾ ഭാഗം സീൽ ചെയ്തിട്ടുണ്ട്. മറ്റേ പ്ലാസ്റ്റിക് ടൈപ്പിൽ തെർമോക്കോളല്ല, സാധാരണ പൊടിഞ്ഞു പോകുന്ന തെർമോക്കോളല്ല. പിന്നെ ഇത് നമ്മുടെ സാധാരണ രീതി നോർമലി ചാർജറായിരിക്കും. ലാപ്ടോപ്പിനൂടെ വേറൊരു സാധനം വരത്തില്ലല്ലോ, ലാപ്ടോപ്പും ചാർജറും. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഇത് വെച്ച് ആരെങ്കിലും തലയ്ക്ക് കടിച്ചാലും അവർക്ക് എന്തെങ്കിലുമൊക്കെ പറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ഇട്ടുണ്ട് ഇത് ചാർജർ ഇസ് ഇഞ്ചുറി ടു ഹെൽത്ത്. അപ്പോൾ അത്യാവശ്യം വലിയൊരു ചാർജറാണ്. ഒരു ഇഷ്ടികയുടെ അത്രയും വലിപ്പം കണ്ടുണ്ട് ചാർജറിന്. ഇത് 230 വാട്ടിൻ്റെ ചാർജറാണ്. അപ്പം അതിനനുസരിച്ചുള്ള വലിപ്പം ഇതിന് കാണും. പിന്നെ ഇതാണ് അതിൻ്റെ കോഡ് സാധാരണ കോഡ് പോലെയല്ല, കുറച്ച് വലിപ്പമുള്ളതാണ്. നമ്മുടെ പവർ സോക്കറ്റിലെ കുത്താൻ പറ്റത്തുള്ളൂ, സാധാരണ രീതിയിലുള്ള പ്ലഗ് നമുക്ക് കുത്താൻ പറ്റത്തില്ല. അപ്പം ഈ ചാർജറിൻ്റെ ഭാഗം കഴിഞ്ഞ് നമുക്കത് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ ലാപ്ടോപ്പിൻ്റെ ഈ സെക്ഷനിലോട്ട് വരുമ്പോൾ ഒരു പേപ്പർ ഫ്രണ്ടിൽ കാണുന്നുണ്ട്. MSIയുടെ എന്തോ ഒരു സർട്ടിഫിക്കേഷൻ അങ്ങനെ എന്തോ സാധനമാണ്. അത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്കത് മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ ലാപ്ടോപ്പ് പുറത്തോട്ടെടുക്കാം. അപ്പോൾ ലാപ്ടോപ്പ് നമ്മളിങ്ങനെ പുറത്തെടുക്കാൻ നേരത്തെ അതിൻ്റെ അടിഭാഗത്ത് വേറൊരു യൂസർ മാനുവൽ ഗൈഡുണ്ട്. അതൊരു തെർമോക്കോളിൽ നടുക്ക് വെച്ചിട്ടാണ് വന്നത്. യൂസർ മാനുവൽ തെന്നി പോകാതിരിക്കാനായിരിക്കും. യൂസർ മാനുവൽ താര വീണാൽ പൊട്ടുമല്ലോ, അതുകൊണ്ടായിരിക്കും അതങ്ങനെ വെച്ചത്. അപ്പോൾ നമുക്കത് മാറ്റാം. പിന്നെ നമ്മുടെ ലാപ്ടോപ്പ് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് യൂസർ മാനുവൽ ആവശ്യമില്ലാത്ത സാധനം എല്ലാവർക്കും ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ അറിയാം. ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ അറിയത്തില്ലാത്തവരാണെങ്കിൽ ഇത് തുറന്നു നോക്കാം. അപ്പോൾ എനിക്കറിയാവുന്നതുകൊണ്ട് ഇതിനടുത്ത് കളയുന്നു. ഇനി നമ്മുടെ ലാപ്ടോപ്പ് വരുന്നത് ഇതേപോലെ രണ്ട് സൈഡിലും നമ്മുടെ തെർമോക്കോൾ വെച്ചിട്ട് ഇത് അനങ്ങാത്ത രീതിയിൽ കേസ് ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ ലാപ്ടോപ്പ് ഇവിടെ ഒരു പ്ലാസ്റ്റിക് കവറിലാണ് കവർ ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. 2.5 kg വരുന്നതാണ്. ടോട്ടലി പാക്കേജിൻ്റെ വെയിറ്റ് 3 കിലോയോ 3.5 kgയോ എങ്ങാണ്ട് വരുന്നുണ്ട്. ഈ ഫുൾ പാക്കറ്റ് എന്നുവെച്ചാൽ ഫുൾ ലാപ്ടോപ്പ് ഇറങ്ങിയ കേസും കാർഡ്ബോർഡും എല്ലാം ചേർത്തിട്ട്. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ക്ലോത്തിങ് കവറുണ്ട് ഇതിൽ MSIയുടെ. ആ ക്ലോത്തിങ് കവറിനകത്ത് വരുന്നത് ഞാനങ്ങനെ നിലത്തങ്ങനെ ഡയറക്റ്റ് വെക്കുമെന്ന് തോന്നുന്നില്ല. നമുക്ക് ഈ കാർഡ്ബോർഡ് മാറ്റിയിട്ട് ഈ കാർഡ്ബോർഡ് ബോക്സ് ഇവിടെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് തുറക്കാം. വെറുതെ ഇതിൻ്റെ തുറക്കത്തിലേ ആയിരുന്നു നിലത്തോട്ട് വെക്കുന്നത്. അപ്പം ഈ ക്ലോത്തിങ് കവർ നമുക്കൊരു വലിച്ച് നീക്കാം. ഇത് ക്ലോത്തിങ് കവർ നമ്മളിങ്ങനെ ഇങ്ങനെ വലിച്ച് നീക്കി കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ആശാന്ത അകത്ത് ഇവിടെ ഒളിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ MSIയുടെ ലാപ്ടോപ്പ് GL65 Leopard എന്ന് പറഞ്ഞ മോഡൽ. ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെക്കിൽ പറയുന്നത് വെച്ചാൽ i7 10th ജെൻ ആണ്. പിന്നെ മറ്റേ NVIDIA GeForce RTX 2060 ആണ് വരുന്നത്. അതിൽ 6 GB വീഡിയോ മെമ്മറി ആണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്ലോസ് ലുക്കിലോട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിലൊരു പ്ലാസ്റ്റിക് കോട്ടിങ് കാണാം. അപ്പോൾ നമ്മൾ മറ്റേ വൺ ഹാൻഡ് ടെസ്റ്റ് നോക്കുവാണെങ്കിൽ വൺ ഹാൻഡ് വെച്ച് ഇതിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. പിന്നെ സാധാരണ ലാപ്ടോപ്പ് നമ്മൾ പുതിയ മേടിക്കുന്ന പോലെ ഒരു സ്ക്രീൻ പ്രൊട്ടക്ഷൻ ക്ലോത്ത് ഇവിടെ കാണും. എന്നുവെച്ചാൽ കീബോർഡും നമ്മുടെ ഡിസ്പ്ലേയും തമ്മിൽ കൂട്ടി ഇടിച്ചിട്ട് അവിടെ സ്ക്രീനിൽ പാടൊന്നും വരാതിരിക്കുക. പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ക്ലോത്തിങ് കണ്ടു. ഈ സാധനം ഞാൻ സാധാരണ കണ്ടിട്ടില്ല.
അപ്പം ആ ക്ലോത്തിങ് മാറ്റി കഴിയുമ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ്. പിന്നെ ഇത് നമ്മുടെ ചാർജർ ബ്രിക്ക്, നേരത്തെ പറഞ്ഞ ചാർജർ ബ്രിക്ക് കണ്ടോ, ഒരു ഇഷ്ടികയുടെ അത്രയും വലിപ്പമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പാക്കറ്റിൽ നിന്ന് എടുത്ത് നോക്കുവാണെങ്കിൽ അത്യാവശ്യം കണ്ടോ നല്ല വലിപ്പമുള്ള ചാർജറാണ്, നല്ല വെയിറ്റും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്പെക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ 230 വാട്ടിൻ്റെ ചാർജറാണ്. അത് 19 വോൾട്ട് 11 ആംപിയർ പവർ റേറ്റിംഗ് വരുന്ന ഒരു ചാർജർ ബ്രിക്കാണ്. പിന്നെ ഇതിൻ്റെ കോഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സാധാ പ്ലഗ് കുത്താൻ പറ്റത്തില്ല, പവർ പ്ലഗ് ഉണ്ടെങ്കിലേ കുത്താൻ പറ്റുള്ളൂ. നമ്മുടെ എ സിയുടെ അഡാപ്റ്ററൊക്കെ കുത്തുന്ന പ്ലഗ് അങ്ങനത്തെ ഇതിലൊക്കെ കുത്താൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കൺവെർട്ടർ മേടിക്കേണ്ടി വരും ലാപ്ടോപ്പ് നമ്മുടെ സാധാ പവർ പ്ലഗ് കുത്താൻ, അല്ലാത്ത പക്ഷേ അത് കുത്താൻ പറ്റത്തില്ല. പിന്നെ ഇതിൻ്റെ പുറത്ത് പ്ലാസ്റ്റിക് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്, നമുക്ക് സ്ക്രാച്ചസ് ഒന്നും വരാതെ നമ്മുടെ ലാപ്ടോപ്പ് കൈ കിട്ടാൻ വേണ്ടി. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ ബാക്ക് സൈഡിൽ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ എയർ ടേക്കിംഗ് ഇൻലെറ്റ് വെൻറ്റ്സ് ആണ്. അപ്പോൾ ഫുൾ ഗ്രിൽഡാണ്. അപ്പം എയർ സർക്കുലേഷൻ നല്ലപോലെ നടക്കും. നിങ്ങൾ കട്ടില വെച്ച് ഉപയോഗിക്കില്ല, എയർ സർക്കുലേഷൻ നടക്കത്തില്ല. ഏതെങ്കിലും കൂളിംഗ് പാഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ടേബിളിൽ വെച്ചിട്ട് ഉപയോഗിക്കുക, അപ്പോൾ നല്ലപോലെ നടക്കും. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ലിയോപാഡ് എന്ന് പറഞ്ഞ ലോഗിങ് അവിടെ എഴുതിയിട്ടുണ്ട്. മറ്റേ എഴുത്ത് അവിടെ ഉണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ അതിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ 2 വെൻ്റ് ഉണ്ട്. എയർ ഔട്ടിന് താഴെ നിന്ന് ഇൻടേക്ക് ചെയ്യും, സൈഡിൽ നിന്ന് ഔട്ട് ചെയ്യും. പിന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലും ഇതിനൊരു എയർ ഔട്ടുണ്ട്, എക്സോസ്റ്റിന് വേണ്ടി. പിന്നെ കുറേ കണക്ടിവിറ്റി പോർട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മുടെ ഹെഡ്ഫോൺ മൈക്ക് 2 സ്പ്ലിറ്റർ ഉപയോഗിച്ചാലേ ഉള്ളൂ, നമ്മൾ സാധാ ഹെഡ്ഫോൺ കുത്താൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ മൈക്കിന് ഒരെണ്ണം ഹെഡ്ഫോണിന് ഒരെണ്ണം, അങ്ങനെയാണ് ഇതിൽ വരുന്നത്. പിന്നെ USB 3.0 ഒരു പോർട്ടുണ്ട്, മിനി ഡിസ്പ്ലേ പോർട്ടുണ്ട്, HDMI പോർട്ടുണ്ട്, മറ്റേ എതർനെറ്റ് പോർട്ടുണ്ട്. പിന്നെ നമ്മുടെ കോങ്സെൻട്രൽ ലോക്ക് അങ്ങനെ ഒരു ലോക്ക് ഉണ്ടല്ലോ, നമ്മുടെ ടേബിളൊക്കെ കെട്ടിയിടാൻ വേണ്ടിയുള്ള, ലാപ്ടോപ്പ് ആരും എടുത്തുകൊണ്ട് പോകാതിരിക്കുന്നത്, കടയിൽ ചെല്ലുമ്പോഴൊക്കെ മോളിലൊക്കെ ചെല്ലുമ്പോൾ കാണാൻ പറ്റും. പിന്നെ നമ്മൾ റൈറ്റ് സൈഡിൽ ചെല്ലുമ്പോഴത്തേക്കിനും അവിടെയുണ്ട് 3.0-ൻ്റെ 2 സ്ലോട്ട്. പിന്നെ ഇവിടെ ഒരു C പോർട്ട് ഉണ്ടായിരുന്നു, ലെഫ്റ്റ് സൈഡിൽ ഒരു C പോർട്ടും ഉണ്ടായിരുന്നു. പിന്നെ റൈറ്റ് സൈഡിൽ ഒരു മൈക്രോ SD അല്ല, ഫുൾ സൈസ് SD കാർഡ് സ്ലോട്ടും ഉണ്ട്. പിന്നെ നമ്മുടെ പവർ കുത്തുന്ന ഓട്ടയും. പിന്നെ നമ്മൾ ഇതിൻ്റെ ഈ സ്റ്റിക്കർ അങ്ങോട്ട് ഇളക്കി മാറ്റാൻ നേരം നമുക്ക് ഇതിൻ്റെ ഒറിജിനൽ ലുക്ക് പുറത്തുണ്ട്. പിന്നെ സ്റ്റിക്കർ അങ്ങോട്ട് സൈഡിലോട്ട് ഇളക്കാം. ഗൈസ് കണ്ടോ, ഇതിൻ്റെ ആ ലുക്ക് കണ്ടോ, ആ മാറ്റ് ഫിനിഷ്, ഒരു പെർഫെക്റ്റ് പ്രീമിയം ലുക്കാണ്. ഇതൊരു മെറ്റാലിക് ബാക്ക് പാനലാണ് വരുന്നത്. നമ്മൾ സാധാ ലാപ്പിൽ വരുന്ന പോലെ പ്ലാസ്റ്റിക് ബാക്ക് അല്ല, ഒരു മെറ്റാലിക് ബാക്കാണ്. പിന്നെ ഇവിടെ നമ്മുടെ ഡ്രാഗൻ്റെ ലോഗോ, അതിൻ്റെ സ്റ്റിക്കർ ഇളക്കി കഴിയുമ്പോഴത്തേക്കും ഡ്രാഗൺ കണ്ടോ നല്ല വമ്പിച്ച് നിൽക്കുന്നത്. ഈ ഡ്രാഗൻ്റെ ലോഗോ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പ് ഓണാക്കാൻ നേരത്ത് ഗ്ലോ ചെയ്യുന്നതാണ്. വൈറ്റ് കളറിൽ കത്തും, കസ്റ്റമൈസബിൾ അല്ല, സാധാ ഒറ്റ കളർ വെച്ചാൽ വൈറ്റ് കളറിൽ കത്തും. ആ വെളുത്ത ഡ്രാഗൺ കത്തി നിൽക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ് തുറന്ന് തരുമ്പോഴത്തേക്കും നമ്മുടെ കീബോർഡ് സെക്ഷൻ വരുന്നത്. നമ്മുടെ ടച്ച് പാഡ് ആണെങ്കിൽ ഡബിൾ ടൈപ്പാണ്, വെച്ചാൽ ഇൻബിൽറ്റ് ഇൻറ്റഗ്രേറ്റഡ് കീസ് അല്ല വരുന്നത്, സെപ്പറേറ്റ് ഡെഡിക്കേറ്റഡ് 2 കീസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പവർ പ്ലഗ് കുത്താൻ എനിക്ക് കുറച്ച് പാടുപെടേണ്ടി വന്നു. നമുക്ക് സാധാ രീതി കുത്താനുള്ള ലാപ്ടോപ്പിൽ നമ്മൾ പെട്ടെന്ന് കയറും, അതേപോലെ തന്നെ കുറച്ച് ടൈറ്റാണ്, നമ്മൾ കുറച്ച് പ്രഷർ കൊടുക്കണം, എന്നാലേ അത് കയറുന്നുള്ളായിരുന്നു. അപ്പോൾ ഞാൻ അത് എങ്ങനെ കുത്തി. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ ചാർജിങ്ങിന് കുത്തിയിട്ടിട്ടുള്ളൂ, ലാപ്ടോപ്പൊക്കെ ഓണാക്കാറുള്ളൂ. പിന്നെ അവിടെ ഫസ്റ്റ് ബൂട്ടിന് വേണ്ടി ഇവിടെ ഓണാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ബൂട്ടിന് വേണ്ടി ഇവിടെ ഓണാക്കിയപ്പോഴത്തേക്കിനും ഇവിടെ നമ്മളെ MSIയുടെ ഡ്രാഗൻ്റെ ലോഗോ ഒക്കെ ഇങ്ങനെ കറങ്ങി തെളിഞ്ഞ് വന്നിട്ട് നമ്മുടെ കീബോർഡിൻ്റെ ലൈറ്റ് മിന്നി കത്തുന്നുണ്ട്. ഇത് ഫുള്ളി കസ്റ്റമൈസബിൾ സ്റ്റീൽ സീരീസിൻ്റെ RGB കീബോർഡാണ്. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് ഏത് കീയും ഇൻഡിവിജ്വൽ കീസിന് കളേഴ്സ് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും, ഏത് കളർ സെറ്റിലോട്ടും വേണം. 16 മില്യൺ കളർ കോമ്പിനേഷൻസിൽ നമുക്ക് കീബോർഡിൻ്റെ കളർ അസൈൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ബൂട്ടിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്, അതിപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബൂട്ട് സെക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോയിലേക്ക് തിരിച്ച് വരാം. എന്നിട്ട് ഇതിൻ്റെ ചെറിയൊരു സെക്ഷനും കൂടെ മുന്നോട്ട് പറയാം. അത്രേ ഉള്ളൂ, ഞാൻ അത്രേ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇതായിരുന്നു ലാപ്ടോപ്പ്. അപ്പം ഇത് ഇവിടെ ഫസ്റ്റ് ബൂട്ടിൻ്റെ ഓപ്ഷൻ വന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബൂട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ സെറ്റപ്പ് ഒക്കെ ചെയ്ത് തിരിച്ചു വരാം. ഗൈസ് ഇവിടെ സെറ്റപ്പ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. സെറ്റപ്പ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസിലാണ് അത് ഓപ്പൺ ആയി വന്നത്. ഇതേപോലത്തെ ഒരു വാൾപേപ്പറൊക്കെ ആയിട്ട് സെറ്റായിട്ടാണ് വന്നത്. അപ്പോൾ ഇതിൽ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ലാപ്ടോപ്പിൻ്റെ ബൈ ലിങ്ക് ഫ്ലിപ്കാർട്ടിൽ താഴെ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ അവിടെ കയറി ചെക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെ സ്പെക്കും വേറെ കാര്യങ്ങളും. അല്ലാതെ നമ്മൾ ഇതിൻ്റെ കാരണം നമ്മൾ മറ്റേ ടാസ്ക് ബാർ എടുത്തിട്ട് ടാസ്ക് മാനേജർ എടുത്തിട്ട് നോക്കുവാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും അതിൻ്റെ പ്രൊസസ്സർ ഏതാണ്, i7 10th Gen ആണ്. പിന്നെ ഇത് 16 GB റാം ഉണ്ട്, 2 ഹാർഡ് ഡിസ്ക് ഉണ്ട്. എന്നുവെച്ചാൽ ഒരെണ്ണം SSD ആണ്, അതിലാണ് നമ്മൾ വോയിസ് ഇട്ടേക്കുന്നത്. പിന്നെ സാധാ 1 TB ഒരു ഹാർഡ് ഡിസ്ക് ഉണ്ട്, SSD 256 ഉള്ളൂ. പിന്നെ നമ്മുടെ NVIDIAയുടെ ഗ്രാഫിക്സ് കാർഡ് ഉണ്ട്. പിന്നെ നമ്മൾ ഗ്രാഫിക്സ് കാർഡിനെ ആക്സസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയായിട്ടൊന്നും അറിയില്ല, എൻ്റെ ഫസ്റ്റ് ഗ്രാഫിക്സ് കാർഡുള്ള ലാപ്ടോപ്പാണ്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു ദിവസം യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും എനിക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇതിൻ്റെ പെർഫോമൻസ് അത്യാവശ്യം നല്ലതായിട്ട് വരും. ഞാൻ പ്രശ്നം ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ, നമ്മൾ എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിലായാലും
അപ്പോൾ ഇതിൻ്റെ സ്പീഡെന്ന് വെച്ചാൽ നമുക്ക് 5 GHz വരെ ടെർബോ ബൂസ്റ്റ് ഉള്ളതെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്, ഇൻ്റലുകാർ പറഞ്ഞേക്കുന്നത് i7 10th Gen. പിന്നെ ഇതാണ് ഇതിൻ്റെ ഡ്രാഗൺ സെൻറ്റർ. ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഫാൻ സ്പീഡും പെർഫോമൻസൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ സ്റ്റീൽ സീരീസിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ കീബോർഡിൻ്റെ ലൈറ്റിംഗ് കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് RGB ലൈറ്റിംഗ് സ്റ്റില്ലാക്കാം, മിന്നി കത്തുന്നതാക്കാം, പലതും ആക്കാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇതിൻ്റെ ലാപ്ടോപ്പിൻ്റെ ഓവറോൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗൈസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നപ്പോൾ കൂടുതലുള്ള ബെല്ലൈക്കൻ നിൽക്കാൻ മറക്കില്ല. ബെല്ലൈക്കൻ നിൽക്കിയാൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ കിട്ടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.